ഹലോ ഗൈസ്, നമുക്കൊരു പതാക നിർമ്മിച്ചാലോ. അതിനാദ്യമായിട്ട് ഒരു പേപ്പറിൽ 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. പിന്നീട് 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയും വരയ്ക്കുക. ഇനി 3 സെന്റിമീറ്റർ ആന്നിട്ട് അതിന് നേരെ ഒരു വര വരയ്ക്കുക. 3 സെന്റിമീറ്റർ ആന്ന് ഞാൻ ഒരു വര വരച്ചു. പിന്നെയും 3 സെന്റിമീറ്റർ അളന്നിട്ട് ഒരു വരയും കൂടി വരയ്ക്കുക. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് വേണ്ട ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ എന്തിനാ അറിയോ ഒഴിച്ചിട്ടത്? നമുക്ക് ചുരുട്ടാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ച് വിട്ടത്. അപ്പം നമുക്കിനി കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ കൊടുത്ത് കഴിയാനായിട്ടുണ്ട്. ഓറഞ്ച് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചയാണ് കൊടുക്കേണ്ടത്. ഞാൻ പച്ച എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ച കൊടുത്ത് കഴിയാനായിട്ടുണ്ട്.
നമ്മൾ പച്ച കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അശോക ചക്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഗൈസ് ഞാൻ കോമ്പസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അശോക ചക്രം വരയ്ക്കാം. അതിനായിട്ട് ഈ വരച്ചതിൻ്റെ പാതി അളവെടുക്കുക. 3ൻ്റെ പാതി ഞാൻ 1.5 എടുക്കുന്നത്. അപ്പോൾ 1.5 എന്നുള്ളതാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വട്ടം വരയ്ക്കാം. അപ്പോൾ ഞാൻ വട്ടം വരയ്ക്കാൻ പോവുകയാണ്. ഹായ് ഗായ്സ്, സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരക്കാലുകളും കൂടി മാത്രമേ വരയ്ക്കാനുള്ളൂ. അപ്പോൾ ഗായ്സ് ഇനി ഞാൻ വട്ടം വരയ്ക്കുകയാണ്. വട്ടത്തിൻ്റെ മേലെ കൂടെ കളറ് വരയ്ക്കുകയാണ്. അപ്പം നമ്മൾ അരക്കാലുകൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കാണ് വേണ്ടത്. അപ്പം നമ്മൾ സ്റ്റിക്കർ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പശ ഒട്ടിക്കണം. അപ്പം ഞങ്ങൾ സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അത് പതാകയുടെ രീതിയിലാക്കി മുറിക്കുക. അപ്പോൾ ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതാക അതിൻ്റെ മേലേക്ക് എടുത്ത് ഒട്ടിക്കാം. അപ്പം നമ്മൾ പതാകേൻ്റെ മേലെ സ്റ്റിക്ക് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പതാക റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ.